ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോറസ്റ്റ് ചോയ്സ്. അപ്പോൾ ദാ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നാനി ബീച്ചിലേക്ക് പോവുകയാണെന്നും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ ഹാർബറിൻ്റെയും എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഹാർബറെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ജങ്കാറിൽ കയറാനായിട്ട് പോവുകയാണ്. ജങ്കാറിൽ കയറിയിട്ട് പടിഞ്ഞാറക്കര ബീച്ച്, കൂട്ടായി പടിഞ്ഞാറക്കര ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് ജങ്കാർ സർവീസും ഉണ്ട്, അതുപോലെ തന്നെ ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജങ്കാറാവുമ്പോൾ ഒന്നുകൂടെ കുട്ടികൾക്കൊക്കെ കാണാനും ഇതിനൊക്കെ രസമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ സമയത്തിന് ജങ്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്തിട്ട് റെഡിയായി നിൽക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായപ്പോൾ അത് പോയി. ഇപ്പോൾ വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നതാണ്. അപ്പോൾ അതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരുപാട് സ്കൂട്ടറുകളും പിന്നെ അതുപോലെ കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് കയറി, കാറുമായിട്ടാണ് കയറിയത്. അപ്പോൾ തിരിച്ചിഞ്ഞ് തിരൂര് വഴി അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ജങ്കാറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജങ്കാറിൽ കയറുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ പോയപ്പോഴും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് പോയപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ജങ്കാറ്, പിന്നെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ജങ്കാറിൽ കയറുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നേരെ നോക്കിയാൽ നമുക്ക് കാണാം കൂട്ടായി ബീച്ച്, പടിഞ്ഞാറക്കര ബീച്ച്, അതും പിന്നെ അവിടെയുള്ള ആ പൈൻ ഫോറസ്റ്റും ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നേരെ കാണാം. പക്ഷേ ഇത് കണ്ടോ, ഇത് എന്തൊരു ഭംഗിയേറെ കാണാൻ. അവിടുന്ന് നോക്കുമ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. ഇതിനകത്തൂടെ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ പക്ഷേ ഈ ജങ്കാർ സർവീസ് ഇല്ലാന്നുണ്ടെങ്കിൽ റോഡ് വേ ആണെങ്കിൽ ചമ്രവട്ടം പാലം വഴി ഏകദേശം ഒരു 3/4 മണിക്കൂർ ഇങ്ങോട്ടേക്ക് കറങ്ങി വരാനുള്ള ദൂരമുണ്ട്. ഈ ജങ്കാർ സർവീസ് ആണെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന് ക്രോസ് ചെയ്ത് പോകാം. ഈ കൂട്ടായിലുള്ളവർക്ക് പൊന്നാനിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒന്നുകിൽ ജങ്കാർ അല്ലാന്നുണ്ടെങ്കിൽ ബോട്ട് സർവീസാണ് കേട്ടോ. ഏതായാലും ആദ്യമായിട്ടുള്ള യാത്ര ആയതുകൊണ്ട് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇച്ചു ഫസ്റ്റ് കയറിയപ്പോഴൊക്കെ നല്ല കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ അങ്ങനെ സൈലൻ്റായി, വെള്ളമൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അങ്ങനെ ഇതാ നമ്മൾ കൂട്ടായി പടിഞ്ഞാറക്കര ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് അപ്പുറത്ത് കാണുന്ന ഹാർബറും പൊന്നാനി ബീച്ചൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ. കാറ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ കയറാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടാണ് കയറുന്നത്. അങ്ങനെ ബീച്ചിലെത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അതിനകത്തോട്ട് കയറാൻ പാർക്കിങ്ങിന് കുറച്ച് ഫീ കൊടുക്കണം, വേറെ ഒന്നുമില്ല. ഇതാ പൈൻ ഫോറസ്റ്റിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വന്നാൽ ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ കുറച്ച് ചായയും എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് നല്ല വിശാലമായിട്ട് കഴിക്കണം, നല്ല രസമായിരിക്കും. എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് അവിടെ ഫീൽ ചെയ്തത്. ഇതാ അപ്പുറത്ത് കാണുന്നത് ഒരു പാർക്കാണ്, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പാർക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നപ്പോഴാണ് അവിടെ പാർക്കിൽ കയറി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ കിച്ചുവിനൊക്കെ അതിൽ കയറേണ്ടി വരുന്നത് കച്ചറയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നേരെ ബീച്ചിലോട്ട് പോരുക ചെയ്തത്. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇതാ പിന്നെ സൺസെറ്റിനൊക്കെ ആയിട്ടുണ്ട്. സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാനായി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സൂര്യാസ്തമയമായി തുടങ്ങിയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. നല്ല ഭംഗിയായിരുന്നു. അവിടെ പിന്നെ ഒരുപാട് സമയം ഇരുന്ന് സൂര്യാസ്തമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഒരുപാട് സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്.
നിച്ചും കിച്ചുമൊക്കെ ഇവിടെ നല്ല കളിയാണ് കേട്ടോ. അവന് പേടിയാവും വരും. നിച്ചുവിന് യാതൊരു പേടിയില്ല. അവന് വെള്ളത്തേക്ക് നേരെ ഇറങ്ങി പോവുക ചെയ്യണത്. മീനൊന്നും പിടിച്ചിട്ട് കിട്ടാതെ നേരെ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് നടക്കുകയാണ് വണ്ടിയിലേക്ക്. നേരത്തെ പോയ കറ്റാരി മരങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ കറ്റാരി മരത്തിൻ്റെ നേരെ ഇത് ഇപ്പുറം സൈഡ് ബീച്ചാണ്. നേരത്തെ നമ്മൾ അതിൻ്റെ അകത്തൂടെ കയറാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇപ്പോൾ നേരെ ബീച്ചിലൂടെ നടന്നു പോകുന്നു. ഇപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ കയറി പോകുന്നപ്പോൾ ഇതാ അക്കരെ പൊന്നാനി ഹാർബറും ബീച്ചൊക്കെയാണ് കാണുന്നത്. ലൈറ്റൊക്കെ തെളിഞ്ഞ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. കുറച്ച് നേരം അവിടെ വണ്ടി നിർത്തി ആ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. ജങ്കാർ സർവീസ് ഒരു 7 മണി വരെ ഉള്ളൂ കേട്ടോ. 7 മണിക്ക് ലാസ്റ്റ് കൂട്ടായിന്ന് പൊന്നാനി വരെ വന്നിട്ട് നിൽക്കും. പിന്നെ ഇങ്ങോട്ട് തിരിച്ചില്ല. അതുപോലെ തന്നെ ബോട്ട് സർവീസും 7 മണി വരെ ഉള്ളൂ. അതുവരെ അരമണിക്കൂർ ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് മക്കൾക്കൊക്കെ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗത്തിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി. കാരണം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയതാണ്. പിന്നെ അവിടെ നിന്നൊന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കഴിക്കാനൊന്നും തോന്നിയില്ല. നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, ഇപ്പോഴത്തെ കണ്ടീഷനും ആയതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അധികം ഒന്നും കഴിച്ചിട്ടില്ല. വെള്ളമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വേഗം ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ബട്ടർ നാനും അൽഫാമും ബട്ടർ ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ബീച്ചും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനും ഫാമിലിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. ഇതാ കിച്ചും നിച്ചും ഇവിടെ കാർട്ടൂൺ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അവർ നിച്ചൊക്കെ ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നു, ഫുഡൊന്നും കഴിക്കാൻ സമ്മതിക്കാതെ. അപ്പോൾ വല്ല കാർട്ടൂൺ ഇട്ടിട്ട് അവിടെ ഇരുത്തി കൊടുത്താൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചോളും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങി. വീട്ടിലേക്കാണ് നേരെ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് ഇടുന്നുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി വേഗത്തിൽ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.